എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് ബാത്റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കാം. ഉപ്പ്, ബേക്കിംഗ് സോഡ, വിനാഗിരി ഇത്രയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് നന്നായിട്ട് വൈറലായി നിൽക്കുന്ന ഒരു സൊല്യൂഷൻ അല്ലേ. നേരത്തെയൊക്കെ ഞാൻ സോപ്പ് പൊടി മാത്രമായിരുന്നു കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇത് കൂടുതൽ കാണാൻ തുടങ്ങിയതിൻ്റെ പിന്നെയാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ലിക്വിഡ്, നമ്മൾ തുണിയൊക്കെ കഴുകുന്ന ലിക്വിഡും കംഫർട്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. സിറ്റൗട്ടോ സ്റ്റെപ്പോ ഒക്കെ കഴുകാൻ എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് വെച്ചിരുന്നത്. തീരാറായ ലിക്വിഡിൻ്റെ ബോട്ടിലേക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നേ. ബാത്റൂം ഒക്കെ കഴുകുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് അല്ലേ. എപ്പോഴും നമ്മളെല്ലാ ജോലിയും ചെയ്തിട്ട് നേരത്തെ ഓടിപ്പോയി കയറി കുളിച്ച് തിരിച്ചിറങ്ങിപ്പോരും. ചിലപ്പോൾ കഴുകുന്നത് നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ കറകളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് കഴുകി മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ ബാത്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ള ഒരു 15 സ്റ്റെപ്സ് ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് തന്നെ കളയാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കളയാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. തീർന്ന പേസ്റ്റുകൾ കാണും, സോപ്പിൻ്റെ കവർ കാണും. അപ്പോൾ അതൊക്കെ ഒരു കവറിലാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ആവശ്യമുള്ള സാധനങ്ങളും വേറെ മാറ്റി വയ്ക്കാം. അതെല്ലാം തുടച്ച് ഇങ്ങോട്ട് തിരിച്ച് വെക്കാനുള്ളതാണല്ലോ. ഷാമ്പൂ ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം എടുത്ത് നമുക്ക് തിരിച്ച് വെക്കാനുള്ള പാകത്തിന് വെക്കാം. പിന്നെ ഹാർപ്പിക്കാണ് ഞാൻ എപ്പോഴും ക്ലോസറ്റിനുള്ളിൽ ഒഴിക്കാറ്. അതിൻ്റെ ഉള്ളിൽ വേറെ ലിക്വിഡ് ഇതുവരെ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. ഏറ്റവും ലാസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ഭാഗവും ഇതാണല്ലോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് മാറാല അടിക്കലാണ്. ഏതൊരു ക്ലീനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ മാറാല തട്ടൽ. എല്ലാ കോർണറിലും എപ്പോഴും വല കെട്ടിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ തൂത്താലും ചിലപ്പോൾ നാളെയോ നാളെ കഴിഞ്ഞോ നോക്കുമ്പോൾ വീണ്ടും അവിടെയൊക്കെ വല കെട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നത് മേലത്തെ ബാത്റൂമാണ്. താഴെ ബെഡ്റൂമിലും കൂടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തേക്കാട്ടിലും കൂടുതൽ യൂസ് ആക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ ഇന്ന് തന്നെ ഒരേ ദിവസം തന്നെയാണ് മിക്കവാറും ഞാൻ 2 ബാത്റൂമും ക്ലീൻ ചെയ്യാറുള്ളത്. മുകളിൽ നിന്നുള്ള പൊടി തട്ടുമ്പോൾ എന്തായാലും താഴേക്ക് പൊടിയെല്ലാം വീണിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ജനലുകളും വെന്റിലേഷനും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കാം. ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കതെല്ലാം താഴേക്ക് തൂത്തിടാം കേട്ടോ. പിന്നെ ജനലുകൾ എപ്പോഴും തുറന്നിടണം. ജനലാണെങ്കിലും എന്താണെങ്കിലും അത് കുറച്ച് ഓപ്പൺ ആക്കി ഇട്ടിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. എന്നാലേ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് മാറി കിട്ടുള്ളൂ. നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് കയറണമല്ലോ. അപ്പോൾ ഇതിപ്പോൾ എപ്പോഴും നമ്മൾ ഈ 2 പാളി ഇങ്ങനെ തുറന്നിടാറില്ല. ഞാനിപ്പോൾ വന്ന് ആദ്യം ചെയ്തതാണ് ജനൽ രണ്ടും തുറന്നിടുന്നത്. പിന്നത്തെ ആ ഭിത്തിയുടെ ഒരു കോർണറിൽ ഈ മണ്ണും കൊണ്ട് കൂടുണ്ടാക്കുന്ന ഒരു ജീവി ഉണ്ടല്ലോ, അത് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ചൂലും കൊണ്ട് കുത്തിയിട്ട് താഴേക്ക് ഇട്ടു. അതിൻ്റെ മണ്ണ് പൊഴിഞ്ഞു വീണിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ കയറുമ്പോൾ നമ്മുടെ ബാത്റൂം നന്നായിട്ട് ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പം വീഴുന്ന പൊടികളെല്ലാം ഇങ്ങനെ തൂത്തെടുത്തതിന് ശേഷം കഴുകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വെള്ളമെല്ലാം അവിടെ പോയി ചിലപ്പോൾ കെട്ടിക്കിടക്കും. ഒരുപാട് വലയൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കൊന്ന് തൂത്ത് വാരി കളയുന്നതാണ് നല്ലത്. ഇനി 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൗസ് ഇടുന്നതാണ്. ഇപ്പോൾ 2 കയ്യിലും ഇടുന്നുണ്ട്. ആദ്യം ചൂലൊക്കെ പിടിക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ട് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ആദ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ ടാപ്പുകളിലെല്ലാം തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാ ടാപ്പിലും തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ കഴുകി വരുമ്പോൾ ആ ഭാഗവും കൂടെ അങ്ങ് കഴുകി പോയാൽ മതി. പിന്നെ ഷവറിൽ കുറച്ച് സമയം എനിക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഞാൻ മുകളിൽ കയറി നിന്നിട്ടാണല്ലോ, സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് കഴുകുന്നത്. അപ്പോൾ തന്നെ ഞാൻ കഴുകി അങ്ങ് തുടച്ചെടുക്കുകയാണ്. ഷവർ മാത്രം, ബാക്കിയുള്ള ടാപ്പുകളിലെല്ലാം ആണ് തേച്ച് വെക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം. പിന്നെ ഒരു ടാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ്. പിന്നെ അതിലധികം അങ്ങനെ തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് കറണ്ട് പോയിട്ടോ. അപ്പോൾ ഓരോരോ സൈഡിൽ നിന്ന് ഭിത്തികൾ കഴുകി പോവാം. തേച്ച് കഴുകിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം അടുത്ത സൈഡിലേക്ക് പോയാൽ മതി. കാരണം അല്ലെങ്കിൽ അവിടെ സോപ്പെല്ലാം ഉണങ്ങിയിരിക്കുമല്ലോ. പിടിയുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴുകുന്നത്. അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് പോലെയുണ്ട്. അതിലേക്ക് ആ ലിക്വിഡ് ഒഴിച്ചിട്ടാണ് കേട്ടോ തേച്ച് കഴുകുന്നത്. അല്ലാതെ സ്പ്രേ ബോട്ടിലൊന്നും ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ഭിത്തിയിലേക്ക് ഒഴിക്കുന്നില്ല ഇപ്പോൾ. പിന്നെ ആ ബ്രഷ് അങ്ങനെ മുക്കിയെടുക്കുന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ആ ലിക്വിഡ് ഒഴിച്ചിട്ട് തേച്ച് കഴുകുന്നതാണ്. നല്ല പതയുണ്ട്. ഇത് വൈറ്റ് വോൾ ആയതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ലേ. എന്നിട്ട് ഞാൻ മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ആ ഭിത്തിയിലേക്ക് നന്നായിട്ട് ഒഴിച്ചിട്ടാണ് കഴുകുന്നത് കേട്ടോ. എത്രമാത്രം വെള്ളം ഒഴിച്ചാലും നമുക്ക് മതിയാവില്ല. കാരണം പത പോയോ വൃത്തിയായോ എന്നൊരു തോന്നലാണ്. നമ്മൾ കഴുകിയാണല്ലോ എടുക്കുന്നത്. ഞാൻ ആ ഡോറിൽ തേക്കുമ്പോൾ പത കാണുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ പതയുണ്ട് കേട്ടോ. പിന്നെ വോള് നന്നായിട്ട് നനഞ്ഞിരുന്നാൽ മാത്രമേ ഇത് നല്ല പതയുണ്ടാവുള്ളേ. ഉണങ്ങിക്കിടക്കുകയാണെങ്കിലോ അല്ലെ ചെറുതായിട്ട് നനഞ്ഞിരുന്നാലോ പതയുണ്ടാവത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ ഭിത്തിയെല്ലാം നനച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉരച്ചൊരച്ച് കഴുകിയാൽ മതി. ഒരുപാട് കറയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ ഇടയ്ക്ക് കഴുകുന്നതാണ്. അങ്ങനെ കറയുണ്ടെങ്കിൽ കുറച്ച് സമയം ആ ലിക്വിഡ് തേച്ച് വെച്ചിട്ട് പിന്നീട് കഴുകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ കട്ടിയുള്ള എന്തെങ്കിലും ചകിരി, കമ്പിയുടെ ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകേണ്ടി വരും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് കഴുകുന്നത്, കറകളൊന്നും ഭിത്തിയിലില്ലാത്തത് കൊണ്ട്.
പിന്നെ ഈ ബാത്റൂമിന് അത്യാവശ്യം നിന്ന് കഴുകാൻ മാത്രം സ്പേസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിന്ന് നമുക്ക് കഴുകാൻ പറ്റും. സ്പേസ് കുറഞ്ഞ ബാത്റൂമിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും അതൊന്ന് കഴുകി നമ്മുടെ കയ്യിലെത്തുന്ന രീതിയിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എപ്പോഴും നമുക്കത് കഴുകിയിടാനായിട്ട് തോന്നും. ആദ്യം കഴുകിയിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഭിത്തിയിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണേ. ഇപ്പോൾ ആ സ്പോഞ്ചിൽ ആവശ്യത്തിന് പത ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ചും കൂടെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഈ ഒരു സൈഡിൽ മിററും വാഷ് ബേസിനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കഴുകി പോകാൻ കുറച്ച് സമയം എടുക്കും. അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേക്കണമല്ലോ. നമ്മൾ നോർമലായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ആഴ്ചയിലൊന്ന് കഴുകുമ്പോൾ ഇങ്ങനെ ഭിത്തിയൊന്നും ചിലപ്പോൾ കഴുകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതെല്ലാം കഴുകി പോകണമെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ അഴുക്കുണ്ടാവും. ഈ ഓരോ ടൈലിൻ്റെയും ഇടയിലൊക്കെ അഴുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകണമെങ്കിൽ നമ്മൾ ചെറിയ ബ്രഷൊക്കെ ഇട്ട് തേച്ച് കഴുകേണ്ടി വരും. ഇത് മിക്കവാറും കഴുകുന്നതായതുകൊണ്ടും പിന്നെ അധികം കറയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അല്ലെങ്കിലാണ് അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ആ ലിക്വിഡ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് അത് തേച്ചുരച്ച് കഴുകാൻ പറ്റും. പിന്നെ ഞാൻ കഴുകുന്നത് ശരിയായ രീതിയിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയണേ. ഇനിയിപ്പോൾ ടാപ്പൊക്കെ ഒന്ന് കഴുകി പോകാം. ഈ സൈഡിലാണല്ലോ ടാപ്പൊക്കെ വരുന്നത്. അപ്പോൾ ചെറിയ ബ്രഷാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയുള്ള കറ കളയാനും കഴുകാനും ഒക്കെ. ടൈലിൻ്റെ ഇടയിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ കഴുകാം. പിന്നെ ഈ വാഷ് ബേസിൻ്റെ അവിടുത്തെ ടാപ്പിലാണ് നല്ല രീതിയിൽ അഴുക്കുള്ളത് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഷേവ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ മുടിയൊക്കെ വീഴാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ വാഷ് ബേസിൻ്റെ അവിടെ ക്ലീൻ ആവാതിരിക്കുന്നത്. പിന്നെ വാഷ് ബേസിനൊക്കെ ഞാൻ കുളിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കഴുകിയിട്ട് അങ്ങ് പോകും. ടാപ്പൊന്നും ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാറില്ല. പിന്നെ അടുത്തത് സോപ്പ് ട്രേ ആണ്. സോപ്പ് ട്രേയിലും സോപ്പൊക്കെ എപ്പോഴും ഇവിടെ ചെറിയ പിള്ളേരുണ്ടല്ലോ, അവരെ കുളിപ്പിക്കാൻ കയറ്റിയാൽ മോനെ ആണെങ്കിൽ തന്നെ കുളിക്കാൻ വേണ്ടി കയറ്റി വിടാറുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയൊക്കെ ചെയ്യും, വെള്ളം എടുത്തൊഴിക്കും അങ്ങനെയൊക്കെ. അപ്പം സോപ്പ് മിക്കവാറും കുതിർന്നിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് അവിടെ എപ്പോഴും ഈ സോപ്പ് ഉണങ്ങിയിരിക്കുന്നത്. നമ്മൾ കുളിക്കാൻ കയറുമ്പോൾ കഴുകി വെച്ചാലും അത് ഉണങ്ങണമെന്നൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ ക്ലീനിങ്ങിന് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പിള്ളേരിങ്ങി വരും. പിന്നെ അവരെ കയറ്റും. അങ്ങനെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ ഇവിടെയൊക്കെ. പിന്നെ ആ ഭിത്തിയുടെ താഴ്ഭാഗത്തൊക്കെ നമ്മൾ നിന്നൊക്കെ കഴുകി വൃത്തിയാക്കണം കേട്ടോ. മേളത്തെക്കാട്ടിലും താഴെയാണ് കറകളൊക്കെ വരുന്നത്. കാരണം സോപ്പൊക്കെ ഇങ്ങനെ എപ്പോഴും അടിച്ച് താഴ്ഭാഗത്താണ് എനിക്ക് ചെളിയായിട്ട് തോന്നിയത്. പിന്നെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇത് ജനലിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെയും ടൈലുള്ളിടമൊക്കെ നമുക്ക് നന്നായിട്ട് സോപ്പ് വെച്ച് കഴുകാം, ലിക്വിഡ് ഉപയോഗിച്ച് കഴുകാം. അതുപോലെ ജനലിൻ്റെ ഭാഗം കഴുകിയിട്ട് കൈയോടെ ആ ഭാഗം ഒന്ന് തുടച്ചും കൂടി ഇടാം. ഈ ഒരു പൈപ്പും ടാപ്പും അവിടെ വെക്കുന്ന സ്ഥലം പിള്ളേരൊന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തോ സ്പീഡിൽ വെക്കുകയോ എന്തോ ചെയ്തതാണ്, അത് പൊട്ടിപ്പോയി. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ വെക്കുന്നത്. പിന്നെ ഇതാ ഫ്ലഷ് അവിടെ എല്ലാം ടോയ്ലറ്റിൻ്റെ ആ ഭാഗം എല്ലാം ഒന്ന് കഴുകാം. അതിന് വേറൊരു ചകിരിയാണ് കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചകിരി സൈഡിൽ തന്നെ എപ്പോഴും വെക്കാറുണ്ട് കഴുകാൻ വേണ്ടി. അത് ഉപയോഗിച്ചിട്ടാണ് ടോയ്ലറ്റും ആ സൈഡും ഒക്കെ കഴുകിയെടുക്കാറ്. പിന്നെ നമുക്കിങ്ങനെ കൈ കൊണ്ട് കഴുകാൻ ബുദ്ധിമുട്ടോ ബ്രഷും കൊണ്ട് എത്താത്ത ഏരിയകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചൂല് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ കഴുകാം കേട്ടോ. ഞാനിതിൻ്റെ ഇടയിൽ നിന്നൊക്കെ അഴുക്കൊക്കെ കളയുന്നത് ചിലപ്പം ഈ ചൂല് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ 15 സ്റ്റെപ്സ് എന്ന് പറഞ്ഞതല്ലേ, അതിൽ 12ാമത്തെ ആയി കേട്ടോ. ഇനിയിപ്പോൾ തറ കഴുകുക എന്നുള്ളതാണ് 12ാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്നത്. തറ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കുക. ഓൾറെഡി ഫുള്ള് നനഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള ലിക്വിഡ് എല്ലാം കൂടെ ഒഴിക്കുക. പിന്നെ അത് തികഞ്ഞില്ലെങ്കിൽ നേരിട്ട് വേണമെങ്കിൽ സോഡാപ്പൊടിയോ സോപ്പ് പൊടിയോ ഒക്കെ അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മുടെ തറയിൽ എത്രമാത്രം കറയുണ്ടോ അതിനനുസരിച്ച് തൂവി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കഴുകി പോവുക. നല്ല ബലമുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ചുരച്ച് കഴുകാം. തറ പിന്നെ നമ്മൾ മിക്കവാറും തന്നെ ഒന്നടയിട്ടൊക്കെ കഴുകാൻ ചാൻസ് ഉണ്ടല്ലോ എല്ലാവരും തന്നെ. കാരണം മക്കളെയൊക്കെ കയറ്റി കുളിപ്പിക്കുമ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിപ്പിക്കുമ്പോൾ മിക്കവാറും തെന്നലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ചൂടുവെള്ളമൊക്കെ കൊണ്ട് ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ കഴുകാറുള്ളത്. അവരെ ചൂടുവെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ കയറുന്ന കൂട്ടത്തിൽ കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കുമ്പോൾ ചിലപ്പോൾ ആ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകാറുണ്ട് കേട്ടോ, സോപ്പും കൂടി ഇട്ടിട്ട്. അപ്പോൾ വേഗം എണ്ണമയമൊക്കെ അങ്ങ് പോയി കിട്ടും.
പിള്ളേരെയൊക്കെ കുളിപ്പിക്കുമ്പോഴാണല്ലോ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവരുടെ ദേഹത്തൊക്കെ എന്തെങ്കിലും തേച്ചാൽ അതൊക്കെ വീണാലും നമ്മുടെ തറ വൃത്തികേടായിട്ട് കിടക്കും. അങ്ങനെ തറ ഞാൻ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കഴുകി കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ലോസറ്റ് കഴുകുന്നത്. കാരണം അതിൽ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഹാർപ്പിക്കാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ലിക്വിഡ് ആണെങ്കിലും ഒക്കെ ഒഴിക്കാം. ഞാൻ ഹാർപ്പിക്കാണ് യൂസ് ചെയ്തത്. അതും കൂടെ തറ ഒന്ന് കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കഴുകുന്നത്. ക്ലോസറ്റിൻ്റെ ഉള്ളിൽ കഴുകാനായിട്ട് സെപ്പറേറ്റ് ഒരു റൗണ്ട് ബ്രഷ് ഉണ്ട്. അത് വെച്ചിട്ടാണ് കേട്ടോ കഴുകിയത്. അങ്ങനെ ഏകദേശം ബാത്റൂമിൻ്റെ കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഇനി ബക്കറ്റും മഗ്ഗും നന്നായിട്ട് കഴുകി വെക്കണം. യൂസ് ചെയ്ത ബ്രഷുകളൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ഞാൻ ഡെറ്റോൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ബക്കറ്റും മഗ്ഗും ഒക്കെ കഴുകുന്നത് ഒരു കമ്പി ചകിരി വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യത്തില്ലേ, അതുപോലത്തെ. അതൊക്കെ ഇങ്ങനെ താഴത്തെ ബാത്റൂമും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ കഴുകാനായിട്ട് ഒരെണ്ണം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും ഇവിടം കഴുകിയിട്ട് താഴെ കഴുകാൻ പോയിട്ട് താഴത്തെ ബാത്റൂമിലാണ് കേട്ടോ ഇതൊക്കെ വെക്കുന്നത്. അപ്പോൾ 2 കയ്യിലും ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഇടത്ത് കയ്യിൽ നിന്ന് ഞാനതങ്ങ് ഊരിയതാണ്. അപ്പോഴല്ലേ എനിക്ക് കറക്റ്റായിട്ട് ഇത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് ഡെറ്റോൾ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് തറയൊന്ന് കഴുകുന്നുണ്ട്. ഡെറ്റോൾ ഒഴിച്ച് തറയെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കഴുകിയിട്ട് ചൂലും കൊണ്ട് അടിച്ച് ആ വെള്ളം എല്ലാം അങ്ങ് കളയാമേ. അപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിടക്കും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. പിന്നെ ഇതാ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തി, 15ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ എടുത്ത സാധനങ്ങൾ, വെക്കേണ്ട സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കാവേ. പിന്നെ ബാത്റൂമിൽ വെക്കുന്ന ഒരു സാധനമാണ് ഇതുപോലൊരു ബോക്സ് കേട്ടോ, അടപ്പുള്ള ഒരു ബോക്സ്. ഞാനിപ്പോൾ അതിൽ പേപ്പർ കട്ടിക്കിട്ടിട്ടുണ്ട്. മുടിയൊക്കെ വീഴുമല്ലോ, നമ്മളൊക്കെ ബാത്റൂമിൽ കയറുമ്പോൾ മുടിയോ അല്ലെങ്കിൽ നാപ്കിൻ്റെയൊക്കെ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബോക്സിലിട്ട് വെക്കാം. ആഴ്ചയിൽ അതെടുത്ത് കളയാലോ. പിന്നെ സ്മെല്ലിനായിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്തിട്ട് അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു ഇത്, അതുകൊണ്ടാണ് ആ ബ്ലൂ കളർ കംഫർട്ടായിരുന്നു ഒഴിച്ചത്. എന്നിട്ട് അത് നന്നായിട്ട് കുലുക്കിയിട്ട് എവിടെയെങ്കിലും വെക്കാം സ്മെല്ലിന് വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. കിച്ചണും ബാത്റൂമും ഒക്കെയാണല്ലേ നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട്. ഓരോരോ സാധനങ്ങൾ മാറ്റിയും അത് കഴുകിയെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ്. പക്ഷേ വൃത്തിയാക്കി കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ മാറും. പിന്നെ മിറർ ഉണ്ടെങ്കിൽ അത് പേപ്പറിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ മറന്നുപോയായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി തുടച്ചു കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്